ഐക്യജനാധിപത്യ മുന്നണിയുടെ ചോരയും നീരുമായ മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങളും സ്നേഹാശംസകളും നേരാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറെ സ്ഥാനാർത്ഥികളെ മാലയണിയിച്ചു, കുറെ സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേർന്നു. നിങ്ങളൊക്കെ നിറഞ്ഞ കയ്യടികളോടെ അവരെ വേദിയിലേക്ക് ആനയിച്ചു. പക്ഷെ ഞാനതൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരാരും സ്ഥാനാർത്ഥികളല്ല, അല്ലെങ്കിൽ അവരല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വേറെ ഒരു സ്ഥാനാർത്ഥി വരുന്നുണ്ടോ? അല്ല, അത് നടന്നോട്ടെ, ആകെ ഒരു പ്രകടനമില്ല, അതൊക്കെ നടത്തിക്കോട്ടെ. അപ്പോ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ള ചോദ്യത്തിന് അതിന് കൃത്യമായൊരു ഉത്തരം നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ഇരിക്കുന്നവരല്ല സ്ഥാനാർത്ഥികൾ, നമ്മൾ ഓരോരുത്തരുമാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. അതാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, വിധി നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ കരുത്തായി മാറേണ്ട സാരഥികൾക്ക് നിറഞ്ഞ പിന്തുണയുമായിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്ത് ഉൾപ്പെടെ അനിവാര്യമായൊരു മാറ്റത്തിന് ഒരുക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിന്ന് മനസ്സിലാക്കുക. ജനങ്ങളും നമുക്ക് അനുകൂലമാണ്. ഒരു പ്രകടനം ഇങ്ങോട്ട് പോയി, സത്യം പറഞ്ഞാൽ തിരിച്ച പ്രകടനം അങ്ങോട്ട് പോകുമ്പോൾ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടും കൂടെ ഒരു പ്രകടനം നടത്തേണ്ട അവസ്ഥയിലാണ് അവരുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നാട്ടിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ആ ഗവൺമെന്റിന് വേണ്ടപ്പെട്ടവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ സംരക്ഷകരായിട്ട് ഗവൺമെന്റ് മാറിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പൊ ശബരിമല ഇഷ്യൂ മാത്രം നിങ്ങൾ എടുക്കുക. ഞങ്ങളുടെ വരുമ്പോ അബുക്ക അതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശബരിമല ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന തരത്തിൽ ഈ ഗവൺമെന്റിന്റെ അഴിമതി എക്സ്പോസ്ഡ് ആണ്. നമ്മൾ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു. അതിന്റെ രത്ന ചുരുക്കം, ഈ വോട്ടെടുപ്പ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഭരണത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വത്തിനെ കാക്കാനുള്ളതാണ്, കക്കാനുള്ളതല്ല എന്നുള്ളത് അവര് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇതിനെ മാറണം എന്ന് മാത്രമല്ല, CPIM ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലിരുന്ന് ശബരിമലയിലെ സ്വത്ത് കവരാൻ നേതൃത്വം നൽകിയത് കോൺഗ്രസിന്റെ ഒരു മുൻ MLA ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നെങ്കിലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നെങ്കിലോ, നാട്ടിൽ എന്തെല്ലാം നിലപാടുകൾ CPM ഇപ്പൊ പറഞ്ഞേനെ. അവരുടെ തന്നെ ഭരണത്തിന്റെ കീഴിൽ കോടതിയുടെ മേൽനോട്ടമുള്ളത് കൊണ്ട് മാത്രം SIT തുറങ്കലിൽ അടച്ച പത്മകുമാർ എന്ന് പറയുന്ന മുൻ ഏരിയ സെക്രട്ടറി, ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പാർട്ടി MLA ആക്കിയ ഒരാൾ, പാർട്ടി ദേവസ്വം പ്രസിഡന്റ് ആക്കിയ ഒരാൾ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ജയിലിലടക്കപ്പെട്ടിട്ട് ഇത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായിട്ട് ഇതുവരെ പാർട്ടിയിൽ നിന്ന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കാൻ ധൈര്യമില്ലാത്ത തരത്തിൽ CPIM ശബരിമല കേസിൽ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ പ്രതിരോധത്തിലല്ലായിരുന്നുവെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു അഴിമതി കേരളത്തിന്റെ മണ്ണിൽ നടന്നിട്ട് അതിൽ ഉൾപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ ജയിലിലടക്കപ്പെട്ടിട്ട്, പാർട്ടിയുടെ നേതാവ് ജയിലിലടക്കപ്പെട്ടിട്ട്, പാർട്ടിയുടെ പദവിയിൽ നിന്ന് പോലും നീക്കം ചെയ്യാൻ, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാവാത്തതിന്റെ കാരണം അകപ്പെട്ടിരിക്കുന്നവർ പുറത്തുള്ളവരുടെ പേര് പറയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? കോൺഗ്രസിന് ധാർമ്മികതക്ക് ക്ലാസ് എടുക്കുന്ന ആളുകൾ അവരവരുടെ കാര്യങ്ങളിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. ശബരിമലയിൽ കയറി മോഷ്ടിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം, ശബരിമലയിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കാൻ മടിക്കാത്തൊരു ഭരണകൂടം മറ്റൊന്നും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനത മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അവരവരുടേതെന്ന് പറയുന്ന ആശയങ്ങളിൽ നിന്ന് പരിപൂർണമായും വ്യതിചലിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അവരുടെ പ്രവർത്തകർക്ക് പോലും തിരിച്ചറിവുള്ള കാര്യമാണ്. നിങ്ങൾ കണ്ടതാണ് PM ശ്രീ വിവാദം, നിങ്ങൾ കണ്ടതാണ് ഇപ്പൊ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
നരേന്ദ്രമോദിയും അമിത്ഷായും നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇവിടെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്നവരായി കേരളത്തിലെ ഗവൺമെന്റിനെ മാറ്റിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അവരുടെ ഒരു തരത്തിലുള്ള അതൃപ്തിയും അത് തന്റെ മേലെയോ തന്റെ സർക്കാരിന് മേലെയോ വിടരുതെന്ന് ഈ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് നിർബന്ധമുണ്ട്. മോഡിയുടെ തൃപ്തിയേക്കാൾ വലുതല്ല CPIയുടെ അതൃപ്തി, അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ അതൃപ്തി, അല്ലെങ്കിൽ ഡി രാജയുടെ അതൃപ്തി, അല്ലെങ്കിൽ ആനി രാജയുടെ അതൃപ്തി, അല്ലെങ്കിൽ AYF ഉൾപ്പെടെയുള്ള ആളുകളുടെ അതൃപ്തി, അതുമല്ലെങ്കിൽ സ്വന്തം മന്ത്രിസഭയിലെ 4 അംഗങ്ങളുടെ CPIക്കാരായ 4 അംഗങ്ങളുടെ അതൃപ്തി, അതിനേക്കാൾ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയുടെ തൃപ്തിയാണ് എന്നുള്ളത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങളിലും കണ്ടു. ചുരുക്കി പറഞ്ഞാൽ അവരുടെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ MA ബേബി അല്ല, ഭരണ നേതൃത്വത്തിന്റെ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്ത് നരേന്ദ്രമോദിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും നിലപാടതാ. ഇപ്പതാ ഇവിടെ പ്രകടനമൊക്കെ നടത്തുന്ന ആളുകൾ ജനാധിപത്യ അവകാശമാണ്, പ്രകടനം നടത്തട്ടെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ടത്? SFIയെ സംബന്ധിച്ച്, DYFIയെ സംബന്ധിച്ച് എന്താണ് AYF പറഞ്ഞത്? എന്താണ് CPI പറഞ്ഞത്? AYFന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ്. AYFന്റെ നേതാക്കന്മാർ ഇവരെ ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ്. അതിന് കാരണം പറഞ്ഞത് മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവിക്കളസം ലോകം കാണുമെന്ന് CPIക്കാർ ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ്. അവരുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് അവർ മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ഇൻസിഡന്റിലും നമ്മൾ പറയുന്നുണ്ട്. ക്യാബിനറ്റിൽ 4 മന്ത്രിമാർ അറിയാതെ PM ശ്രീ ഒപ്പിട്ട് കൊടുത്തതിന്റെ ചേതോവികാരം ഫണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ മന്ത്രിസഭയിലെ 4 അംഗങ്ങളെ കൂടെ വിശ്വാസത്തിലെടുക്കാനുള്ള കഴിവ് പിണറായി വിജയൻ ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ അതല്ല അതിന്റെ റീസൺ. നിങ്ങൾ അറിയുമോ, ഇടതുമുന്നണി ചർച്ച ചെയ്യണമെന്ന് 22ാമത്തെ ക്യാബിനറ്റിൽ അവിടെ CPIയുടെ മന്ത്രിമാര് വന്ന് പറയുമ്പോ 16-ാം തീയതി അത് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വിവരം പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ ഇടതു മന്ത്രിസഭയിലെ 4 അംഗങ്ങളെ മറച്ചുവെക്കുന്നത്. അതിന്റെ കാരണവും ഫണ്ടല്ല, ഫണ്ടിന് വേണ്ടിയല്ല. PM ശ്രീ എന്ന് പറയുമ്പോ അവരതൊപ്പിട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിലും CMന്റെ ശ്രീ PM തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പത്തെ ഐശ്വര്യം. കേസുകളിൽ പരസ്പരം നടത്തുന്ന വിട്ടുവീഴ്ചകളും ഒത്തുകളികളും നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് EDയുടെ നോട്ടീസെങ്കിൽ ആ നോട്ടീസ് EDയുടെ മെയിലിൽ നിന്നോ പോസ്റ്റിൽ നിന്നോ പുറത്തു പോകുന്നതിന് മുമ്പേ ആദ്യം അത് മാധ്യമങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഏതെങ്കിലും ഒരു UPA നേതാവിന്റെയോ ഇന്ത്യ മുന്നണിയുടെ നേതാവിന്റെ, കേരളത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ഇന്ത്യ മുന്നണി നേതാവിനുമെതിരായിരുന്നെങ്കിൽ ED നോട്ടീസ് അച്ചടിച്ച് ഈ ആൾക്ക് അയക്കുന്നതിന് മുമ്പ് ED അത് മാധ്യമങ്ങൾക്ക് അയച്ചിട്ടുണ്ടാവും. ED ആ സംസ്ഥാനത്തെ BJP നേതാക്കന്മാർക്ക് അയച്ചിട്ടുണ്ടാവും. ED അവിടുത്തെ പോഷക സംഘടനകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ആ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുപടിക്കലും മുറ്റത്തും ഓഫീസ് പഠിക്കലും സമരങ്ങൾക്കുള്ള ആഹ്വാനമുണ്ടാകും. എന്നിട്ട് ചോദ്യം ചെയ്യലുകളുടെ പരമ്പരകൾ ഉണ്ടാകും. 5 ദിവസം കൊണ്ട് 52 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വേട്ടയാടാൻ ശ്രമിച്ച ED, രോഗബാധിതയാണെന്ന് അറിഞ്ഞിട്ടും സോണിയാഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിച്ച ED, അതേ ED തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസിന്റെ ഒരു പകർപ്പ് ഒരു ഈച്ച പോലും കാണരുത് എന്ന ആഗ്രഹത്തോടെ അത് പരമ രഹസ്യമാക്കി വെച്ച BJPയുടെ CPMനോടുള്ള ആ കരുതലുണ്ടല്ലോ, ആ കരുതലിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അത് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഒരു സംശയവും വേണ്ട. ഒരു നോട്ടീസിന്റെ മാഷെ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരുടെ മക്കൾക്ക് അതും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അയച്ചതിന്റെ പ്രസിഡന്റ് ഇവിടെ എന്തെല്ലാം കോലാഹലം ഉണ്ടാവും. 1.5 കൊല്ലം ഒരു മനുഷ്യ കുഞ്ഞറിഞ്ഞില്ല. ഇതാ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ, ഇവരാരും അറിഞ്ഞില്ല. അതെന്താ അത്ര രഹസ്യമാക്കി വെക്കാനുള്ള ഒരു കൺസേൺ? ഏത് കേസ് വരുമ്പോഴും കേന്ദ്രത്തിന്റെ അഭിഭാഷകന് പനി വരുന്നതിന്റെ പിന്നിലെ പൊളിറ്റിക്സ് എന്താ? കേന്ദ്രത്തിന്റെ അഭിഭാഷകന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് ചില ആളുകളുമായി ബന്ധപ്പെട്ട കേസുകൾ മാത്രം ഡസൻ കണക്കിന് തവണ മാറ്റിവെക്കുന്നതിന്റെ പൊളിറ്റിക്സ് എന്താ? പഴയ പോലെ അന്തർധാരയല്ല.
പരസ്യ ബാന്ധവമാണ്. മുന്നണി രാഷ്ട്രീയം പോലെ CPM-ഉം BJP-യും കേരളത്തിൽ UDF-ന്റെ പരാജയത്തിന് വേണ്ടി എല്ലാ ആശയ അടിത്തറകളും ഉപേക്ഷിച്ച് ഒരുമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എണ്ണി നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ സാധിക്കും. നിങ്ങൾ മാഹി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിന്റെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉണിയൻ പ്രേമൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിന്റെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആഴ്ചകളുടെ ഇടവേളയിൽ CPM-ന്റെയും BJP-യുടെയും പ്രവർത്തകർ പരസ്പരം വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതികൾ വെറുതെ വിടുകയാണ്. കോടതികൾ വെറുതെ വിടുന്നതിന്റെ കാരണം പറഞ്ഞത് പ്രോസിക്യൂഷന് ഈ കൊലപാതകം തെളിയിക്കാൻ കഴിഞ്ഞില്ല, കുറ്റക്കാരെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതിന് കാരണമായി പറഞ്ഞത് സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ല, അത് ശക്തമല്ല. ഞാൻ ചോദിക്കട്ടെ, ആരാ ഇത്തരം കേസുകളിലെ സാക്ഷിമൊഴികൾ? ആ കേസുകളിലെ സാക്ഷിമൊഴികൾ എന്ന് പറയുന്നത് അതത് പാർട്ടിക്കാരാണ്. ആ കൊല്ലപ്പെട്ടവരുടെ പാർട്ടിക്കാർ, ഒരു കേസിൽ BJP-ക്കാർ, ഒരു കേസിൽ CPM-കാർ. അവരുടെ മൊഴികൾ ദുർബലമായി പോയതിന്റെ കാരണം നേതൃത്വത്തിന്റെ ഡയറക്ഷനാണ്. പ്രതികളെ പരസ്പരം വെറുതെ വിടാനുണ്ടാക്കുന്ന ധാരണകൾക്കനുസരിച്ച് ഈ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ രക്തസാക്ഷി കുടുംബം കണ്ണീരോടെ കഴിയുമ്പോഴും കോടതികളിൽ അതിന് കാരണക്കാരെ പരസ്പരം സഹകരിച്ച് വെറുതെ വിടുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലെ പൊളിറ്റിക്സ് മാറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന CPM-ന്റെ ഏതെങ്കിലും നല്ലവരായ സഹപ്രവർത്തകർ ഉണ്ടെങ്കിൽ അവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ പാർട്ടി ഇടതല്ല, തീവ്ര വലതുപക്ഷമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാവട്ടെ എന്നുള്ളതാണ് അവരോടുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. അങ്ങനെയൊക്കെ സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രസാദ് മാഷ് ഞങ്ങൾ കൂത്തുപറമ്പിൽ ഇലക്ഷൻ പ്രചരണത്തിന് പോയി. അപ്പോ പോളിംഗ് നടക്കുന്ന ദിവസം അവിടെ പോയി ബൂത്തിലേക്ക് കയറാൻ നോക്കുമ്പോ പറഞ്ഞു ഇവിടെ കയറാൻ പാടില്ല. അപ്പൊ സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാം അല്ലേ? നമുക്ക് സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാൻ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ അത് നോക്കണ്ട എന്നുള്ള നിർദ്ദേശം CPM തരാണ്. NSS അല്ല, അത് പറഞ്ഞു NSS അവിടെ കയറാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം. എന്താ കാര്യം വെച്ചാൽ ഇവിടെ ഒന്നും നടക്കില്ല, ഇവിടെ കയറാൻ പാടില്ല. ഒരുത്തം വന്ന് പാറക്കലിനോട് പറഞ്ഞു, വിത്ത് ഇത് കൂത്തുപറമ്പാണെന്ന് ഓർമ്മ വേണം. അപ്പൊ പാറക്കൽ ചോദിച്ചു അതെന്താ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചു. പാറക്കൽ തിരിച്ചു നമ്മുടെ വേണുവട്ടം ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നമ്മളെന്ത് കാര്യത്തിനാണോ പോയത് അതിന് പോയി അത് ചെയ്തു. തിരിച്ചിറങ്ങുമ്പോൾ ഒരുത്തം വന്നിട്ട് പറഞ്ഞു എന്റെ കാലിവിടെ ഇട്ടിട്ട് കൊത്തും എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു എന്റെ കാലിവിടെ ഇട്ടിട്ട് കൊത്തും. ഞാൻ പറഞ്ഞ പിന്നെ അത് കഴിയട്ടെ എന്നിട്ട് ഞാൻ പോണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ വാക്കും തർക്കമൊക്കെ ആയി പുറത്തിറങ്ങി. അവിടെ നിന്ന് പോലീസൊക്കെ വന്നെല്ലാം കൂടെ പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ട് നമ്മൾ വണ്ടി കയറി പോകുമ്പോൾ എന്നോട് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞു ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഇത് മറ്റേ ഗുണ്ടയുടെ ബൂത്താണ്. നമ്മുടെ ആൾക്കാർ പറയില്ല CPM ലീഗിന്റെ പ്രധാനപ്പെട്ട ഇന്ന നേതാവിന്റെ ബൂത്താണ്, അല്ലെങ്കിൽ ഇന്ന MLA-യുടെ ബൂത്താണ്, പ്രസിഡന്റിന്റെ ബൂത്താണ്, ജില്ലാ പ്രസിഡന്റിന്റെ ബൂത്താണെന്നൊക്കെ പറഞ്ഞ പോലെ ആൾക്കാർ ബൂത്തിനെ പറയുന്നത് ഇത് മറ്റേ ഗുണ്ടയുടെ ബൂത്താണെന്നാണ് CPM-ന്റെ ചില ബൂത്തിനെ പറ്റി പറയുന്നത്. ഞാൻ പറഞ്ഞു അതിനെന്താ സ്ഥാനാർത്ഥിക്ക് ചോദിക്കാൻ പറഞ്ഞു ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ 200 വോട്ട്, ചിലപ്പോൾ 250 വോട്ട്, ചിലപ്പോൾ 400 വോട്ട്, ചിലപ്പോൾ 450 വോട്ടൊക്കെ അവർക്ക് ലീഡുള്ള സ്ഥലമാണ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി. പക്ഷെ വോട്ട് എണ്ണിയപ്പോഴാണ് മനസ്സിലായത് 90-95% പോളിംഗും ഉണ്ടാവും. മരിച്ചവരൊക്കെ വോട്ട് ചെയ്യും അവിടെ, അങ്ങനെ പോളിംഗും ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ വോട്ട് എണ്ണിയപ്പോഴാണ് മനസ്സിലായത് ഈ കാല് കൊത്തും എന്ന് പറഞ്ഞവൻ വരെ നമുക്കാണോ വോട്ട് ചെയ്തിട്ടുള്ളതെന്നുള്ള സംശയം ഇല്ലാതെ 400 വോട്ട് ലീഡ് അപ്പുറത്ത് പറഞ്ഞ ആൾക്ക് പിന്നെ അവർ പറയുന്നു ഒരു വോട്ടേ അപ്രാവശ്യം ലീഡുള്ളൂ എന്നുള്ളത്. ഇപ്പൊ കുറെ CPM-മാർ വോട്ട് ചെയ്യാതെ നടക്കില്ലല്ലോ. അവര് പ്രകടനം വിളിക്കുന്നോ നോക്കണ്ട, ചിലപ്പോ ബാലറ്റ് കൈ കിട്ടിയ ആഞ്ഞു കുത്തുന്നത് തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും. അത്രയും മടുപ്പ് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല അവരുടെ പാർട്ടിക്കാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏത് വിഷയങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ, നിങ്ങൾ ജനാധിപത്യ മുന്നണിയുടെ അനിവാര്യമായ വലിയൊരു പോരാട്ടത്തിന് തിരിതെളിയിച്ചാണ് ഇപ്പൊ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞിട്ടുള്ളത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഭരണകൂടത്തിന്റെ ഭീകരതയുടെ പേരിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് കള്ളപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഒക്കെ കോഴിക്കോട്ടും പരിസരത്തും പേരാമ്പ്രയിലും ഒക്കെ പല കാര്യങ്ങൾ കൊണ്ട് അവർ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലെ ബേസ് എന്ന് പറയുന്നത് കോഴിക്കോട്ടെ അവർ ഈ പറയുന്ന നിരന്തരമായ വികസനമില്ലായ്മയിൽ പോലും നിലനിർത്തി
ഭരിച്ചിരുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലാണ് പല അസ്വസ്ഥതകളും ഉണ്ടാവുന്നത്. ആ മാറ്റം ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പ്രധാനം SIR പേരിൽ BJP RSSന്റെ അജണ്ട നാട്ടിലെ വോട്ടെന്ന അവകാശമുള്ളവനെ അതിൽ നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ നേരത്തെ വോട്ട് ചെയ്തവർ, പല തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ രേഖകളുമായി വോട്ട് അവകാശം ഉറപ്പിക്കാൻ ഓടേണ്ടി വരും എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ അർഹതയുള്ള ഒരാളും അതിൽ നിന്ന് തള്ളപ്പെട്ടു പോവാതിരിക്കാൻ ഓരോ വീട്ടിലും വോട്ടൊന്ന് ചോദിക്കുന്നതിനോടൊപ്പം SIRന്റെ ഫോം കിട്ടിയോ എന്നുകൂടെ ചോദിക്കാൻ UDF ഇവിടെ ഉണ്ടാകും, UDFന്റെ സാരഥികൾ ഇവിടെ ഉണ്ടാകും. ആ ജനാധിപത്യ അവകാശങ്ങൾ കവരാനുള്ള അവരുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ അതിജീവിക്കാൻ BJPയുടെ RSSന്റെ അജണ്ടകളെ അതിനെ അതിജീവിക്കാൻ UDF കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പുകൂടി ഈ സംഗമത്തിൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഈ സാരഥികൾ ഒരു പ്രോപ്പർ ബ്ലെൻഡാണ്, ഏറ്റവും നല്ല ഒരു പാനലാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട റസാഖ് മാഷും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെയും കോൺഗ്രസും മുസ്ലിം ലീഗും മറ്റ് RMP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക്, പിന്നെ NCP ഉൾപ്പെടെയുള്ള CMP ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് നമ്മൾ എല്ലാവർക്കും സീറ്റുകൾ അവരർഹിക്കുന്നതിനനുസരിച്ച് തന്നെ കൊടുത്ത് ഒരു ഫാമിലി പോലെ ഇപ്രാവശ്യത്തെ സീറ്റ് നിർണയ ചർച്ചകൾ എന്നോട് പല ചാനലുകളും ചോദിച്ചു, അല്ല നിങ്ങൾക്ക് റിബലിന്റെ മറ്റേന്റെ മറിച്ചല്ല. ഞാൻ പറഞ്ഞു, ഇത്രയും കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള കാൻഡിഡേറ്റ് സെലക്ഷനും അനൗൺസ്മെന്റുമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതെല്ലാ ഇടങ്ങളിലും അപൂർവം ചില കേസുകളുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ അപ്പുറത്തൊക്കെ റിബലിന്റെ ശല്യം കൂടുന്നു, ഇവിടെ താരതമ്യേന കുറയുന്നു എന്നുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾ, ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ കാൻഡിഡേറ്റ്സും ജനങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള ഫേസ് ആണ്. ഇവര് ജയിച്ചു വരുന്ന ഒരു ദിവസം രാഘവട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ തീരുമാനിച്ചാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് ഏറാൻ പോകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയായിരിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേക ഉത്തരവാദിത്തമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കൊപ്പം മൂന്നാമത്തെ ഒരു കാര്യം കൂടെ, ഈ സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ ഓരോ വീട്ടിലും എത്തിക്കേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിൽ മത്സരിക്കുന്ന നമുക്കെല്ലാവർക്കുമുണ്ട്. അവിടെ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം കൂടെ പറയണം. ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ ഭരണകേന്ദ്രത്തെ തീർത്തും പൊളിറ്റിക്കലായിട്ടൊരു ഫ്രണ്ടൽ ഓർഗനൈസേഷൻ പോലെ മാറ്റിയതിന്റെ പ്രയാസങ്ങൾ ഈ ജില്ലക്കുണ്ട്. അതിന് പകരം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കോഴിക്കോടിന് ജില്ലയെ ഒന്നാകെ മെച്ചപ്പെടുത്താനുള്ള ഒരു വിഷനോട് കൂടിയായിരിക്കും ജില്ലാ പഞ്ചായത്തിന് ഒരു അവസരം കിട്ടിയാൽ ഈ ടീം നയിക്കുക. അതിന് കർമ്മധീരമായി നേതൃത്വം നൽകാൻ കഴിവുള്ള ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. ജനങ്ങളുടെ ശബ്ദമാവാൻ കഴിവുള്ളവർ നമ്മളോടൊപ്പമുണ്ട്. ഈ 28 സ്ഥാനാർത്ഥികൾക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിൽ, ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ വിജയാശംസകളും അഭിവാദ്യങ്ങളും ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് UDFന്റെ സഹപ്രവർത്തകരുടെ ഉറച്ച പിന്തുണയും ഉജ്ജ്വലമായ പോരാട്ടവും ഉണ്ടായിരിക്കും. ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി വരുന്ന നാളുകൾ നാടിന് നല്ലതാവട്ടെ, നാടിന് നല്ലതാവാൻ UDF വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങൾക്കും അതുപോലെ തന്നെ രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യവും തീർച്ചയായിട്ടും നമ്മുടെ പോരാട്ടത്തിന് കരുത്തു പകരും. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF.